ജയാസ് വെറൈറ്റി വ്ളോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞ എൻ്റെ ഇനി ഞാൻ എൻ്റെ മുഖത്തെ വെളുക്കാനുള്ള ടിപ്സ് ഞാൻ കാണിക്കുന്നേ ഇല്ല കേട്ടോ. ഇന്ന് ലാസ്റ്റ് കാണിക്കുകയാണ്. കാരണം ഇനി കുറെ നാളുകൾക്ക് ശേഷമേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയും കൂടെ നോക്കി നിങ്ങൾ പഠിച്ചിരുന്നോണം. ഇനി ഇപ്പോഴെങ്ങും കാണിക്കത്തില്ല. ഇനിയും കാണിച്ചാലും മോൻ്റെ ചേട്ടൻ്റെ മുഖത്തെ കാണിക്കത്തുള്ളൂ. എൻ്റെ മുഖത്തിന് ഞാൻ കാണിക്കത്തില്ല. ഇനി ഞാൻ ഇപ്പോഴെങ്ങും ഈ ടിപ്സ് ചെയ്യുന്നേ ഇല്ല. ഞാൻ പലയിടത്തും പോകുമ്പോൾ 2 ആഴ്ച 3 ആഴ്ച ആകുമ്പോൾ ചെയ്യും. പക്ഷെ നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല. കാരണം ഒത്തിരി പ്രാവശ്യം കാണിച്ച് ഞാൻ തന്നെ നാണം കിട്ടുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ ആരും ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയാൽ മാത്രമല്ലേ നമുക്ക് ഇതിന്റെ വിശേഷങ്ങളും ഗുണങ്ങളും ഒക്കെ അറിയത്തുള്ളൂ. പിന്നെ ഇന്നത്തെ അതൊരെണ്ണം ഒരു ടിപ്സ് പിന്നെ ഞാൻ കാണിക്കുന്നത്. പിന്നെ ഞാൻ കൊച്ചുനാളിലുള്ള ഞങ്ങളുടെ ഒരു കോഡ് ഭാഷ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കോഡ് ഭാഷ ഞാൻ ഇന്ന് കുറച്ച് സംസാരിക്കുന്നുണ്ട്. രാവിലത്തെ വീഡിയോയിൽ ശകല നേരം വർത്താനം പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്. അത് ആർക്കെങ്കിലും മനസ്സിലായ ആ കോഡ് ഭാഷ ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലായെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഞാൻ അതാണോ ഇല്ലയോ എന്ന് പറയാം കേട്ടോ. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. രാവിലെ തന്നെ നമുക്ക് കുളിച്ചിട്ടില്ല, കുളിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചപ്പാത്തി മാവ് അങ്ങ് കുഴച്ചാലോ. ചപ്പാത്തിയാണ് ഇന്ന് രാവിലെ, ചപ്പാത്തി മുട്ടക്കറി. അപ്പൊ ഞാൻ വിചാരിച്ചു ചപ്പാത്തി മാവ് അങ്ങ് കുഴച്ച് വെച്ചിട്ട് പോയി കുളിക്കാം. മുട്ട അടുപ്പത്ത് വേവാനിട്ടിട്ടുണ്ട്. ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുഴച്ച് ഇതിനകത്തോട്ട് എറിയുന്ന കേട്ടോ. ഞാൻ ചപ്പാത്തി മാവ് ഇങ്ങനെ നല്ല മയം കിട്ടണമെങ്കിൽ ഇങ്ങനെ വേണം. ചിലപ്പോ ചേട്ടൻ അപ്പുറത്തുനിന്ന് വരും. എന്നെ ഇത് സ്ഥിരം അറിയാം, അതുകൊണ്ട് വരത്തി. പോയി കുളിച്ചിട്ട് വരാം. അപ്പൊ രാവിലെ തന്നെ എന്റെ കുളിയെല്ലാം കഴിഞ്ഞു. രാവിലെ തന്നെ കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ. ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടാണ് കഴിഞ്ഞത്. കുഴക്കുന്നത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ അതിശയെന്ന് വെച്ചാൽ അപ്പൊ മുട്ടക്കറിയാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. മുട്ടക്കറി, ചപ്പാത്തി, മുട്ടക്കറിയാണ് ഇന്നത്തെ ഡിഷ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മുടെ ബിന്ദു പണിക്കർ ഒരു സിനിമ പറയുന്ന പോലെ ഇംഗ്ലീഷ് ഒക്കെ പറയാൻ പോകുന്നു കേട്ടോ. നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോരുത് കേട്ടോ. ദിസ് ഇസ് ചപ്പാത്തി. ഇന്ന് ചപ്പാത്തിയാണ്. ടുഡേ ഈസ് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആൻഡ് മുട്ടക്കറി. മുട്ടക്കറി നല്ല യെസ് എന്നൊക്കെ നമ്മൾ ഉച്ചരിക്കുന്ന യെസ് എന്നല്ലേ. നമ്മുടെ ചിന്മേരൊക്കെ പിള്ളേരെ പഠിപ്പിച്ചോണ്ട് പിള്ളേർക്ക് നല്ല ഉച്ചാരണമുണ്ട്. പിള്ളേർക്ക് പഠിപ്പിച്ച യെസ് യെസ് അങ്ങനെയൊക്കെ ഉള്ളു ഇനിയത്തെ വർത്താനങ്ങൾ കേട്ടോ. അല്ലാണ്ട് ഇനി ഞാൻ മലയാളം പറയത്തില്ല കേട്ടോ. എല്ലാവരും അപ്പൊ എന്റെ ഇംഗ്ലീഷ് പഠിച്ചാ മിക്കവാറും മുട്ടയിടും. അതുകൊണ്ട് നിങ്ങൾ എന്റെ ഇംഗ്ലീഷ് പഠിക്കുമൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രയോഗിക്കും കേട്ടല്ലോ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും മലയാളികൾക്ക് മലയാളം തന്നെ വായി വരത്തുള്ളൂ. അല്ലാണ്ട് അറിയാൻ മലയാളിട്ടല്ല കേട്ടോ. എനിക്ക് വയ്യ ചിരിക്കാൻ. എനിക്കേ ചിരി വരുന്നത് എന്റെ ഇത് കേട്ടിട്ട് അല്ലേ. കള്ളത്തരങ്ങൾ ഇംഗ്ലീഷിന്റെ കാര്യം അല്ലേ. ഇച്ചിരിയുടെ വെള്ളം നമുക്ക് ഒഴിക്കട്ടെ. മുട്ടക്കറിക്ക് ഇച്ചിരി വെള്ളം ഇല്ലെങ്കിലേ കുച്ചു വാട്ടർ മുട്ടക്കറിമേ ഒഴിച്ചു കൊടുത്തൂട്ടെ. ഹിന്ദി ഇംഗ്ലീഷും കൂടെ സംസാരിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടും. ഈ ഭാഷ അറിയാം. ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ടല്ല, ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി രേഖയും കൂടെ നടന്നു പോകുമ്പോ മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ ഞങ്ങൾക്കൊരു കോഡ് ഭാഷ ഉണ്ടായിരുന്നു. ആ കോഡ് ഭാഷ നിങ്ങളോട് പറയാം. നിങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ഈ പറയുന്നത് ഞാൻ പൈനറിയുന്നത് നീനങ്ങൾ ഏനെന്താണെന്ന് പൈനറിയണം. ഈനിന്ന് കൈമൈനന്റെ ബോക്സിന് അതിനകത്ത് ഈനിട്ടിരിക്കണം. ഈനിന്ന് ബ്രെയിനൈസ്റ്റ് ഫൈനൈസ്റ്റിന് ചൈനപ്പാത്തി മോയിനട്ട കൈനറി ആയിന്. പിന്നെ എന്താണ് ഏനെന്താണ് ഈനെന്ന് കൈനറി ഏനെന്നാന്ന് അതിനറിയാമോ? ഇതിന്റെ ഏനെല്ലാം പൈനറിയണം. ഈനിന്ന്
അതിനാകെ അയിനച്ചിങ്ങ മെയിനോയിനരട്ടി വെയിനച്ച മൈനതി പിന്നെ ഈനിന്നലത്തെ കൈനറി അയിനെല്ലാം ഉണ്ട്. മൈനറ്റ അയിനടി പോയിനളി ആയിരുന്നു. പിന്നെ ഈനിന്നൊരു ചൈനക്ക പൈനെടുത്ത ചൈനക്ക ബെട മൊയിനോന് വേനിച്ചിരിക്കുന്ന അയിനാണ് കൈനട്ടോ. അതിനത് കൊണ്ട് ഈനിതിനെ ഇനി കുയിനിറച്ച് കൈനഴിഞ്ഞ് ഈനിതിനെ എനിക്ക് പോയിനട്ടിക്കണം, വെയിനിട്ടണം. വെയിനിട്ടി ഭയങ്കര പൈനായി ഭയങ്കര ഇതായിട്ട് മൈനാറ്റ് വെയിനക്കണം. ഈനിത് മൈനാശ കേട്ട് കഴിഞ്ഞാൽ ചീനലപ്പോ ചൈനലവര ആയിനടിച്ചു എന്നെ കോയിനല്ലു. അതിനതൊന്നും എനിക്ക് ഓയിനൊരു കൈനായിരോ ഈനില്ല. വൈനല്ലോ മൈനസിലായോ വല്ലോ മനസ്സിലായോ? മോൻ എഴുന്നേറ്റ് കേട്ട് ചിരിച്ചോണ്ട് വരും. എല്ലാം മനസ്സിലായോ? മനസ്സിലായ വാക്കുകൾ ഉണ്ടെങ്കിൽ ഇന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാനും അവളും കൂടെ ബേക്കർ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ കുട്ടിക്കാലത്തെ സ്കൂളിന്റെ ഒക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ബേക്കർ സ്കൂളിൽ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ച. അപ്പൊ ഞങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ ഞങ്ങളുടെ കോഡ് ഭാഷയായിരുന്നു. മനസ്സിലായോ? അതിനായെങ്കിൽ പൈനറയണം ഈ നിന്ന് കേട്ടോ. അപ്പൊ ഇനി പറഞ്ഞാൽ ചിലപ്പോ ആൾക്കാരെന്നെ അടിച്ചു കൊല്ലും. കമന്റ് അല്ലെ തന്നെ വരും. അത് ആരും മൈൻഡ് ചെയ്യുന്നു അല്ലേ? എല്ലാരും അങ്ങനല്ലേ. ആരും മൈൻഡ് ചെയ്യത്തില്ല. മാത്രം നമ്മളതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നു. അത് മൈൻഡ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനേ സമയമുള്ളൂ. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ പറ്റും. നമ്മുടെ വീട്ടമ്മ ബ്ലൗസ് ഇല്ലേ, ഇന്നലെ ഒരു ടിപ്സ് ഇട്ടില്ലേ, മുഖക്കുരു മാറാൻ അടിപൊളി ടിപ്സാ അത് കേട്ടോ. നിങ്ങളെല്ലാവരും അത് ചെയ്തു നോക്കേ. മുഖക്കുരു ഉള്ള കൊച്ചു പിള്ളേര് സഹിതം വലിയവര് വരെ മുഖക്കുരു ഉള്ളവരുണ്ട്. ജീന എന്നാണ് വീട്ടമ്മ ബ്ലൗസിലെ അതിന്റെ പേര്. ജീനയുടെ മോൾ അച്ചുവിന് നിറച്ചു മുഖക്കുരു. എനിക്ക് ഇവരൊക്കെ നേരത്തെ അറിയാവുന്നതാണ്. കാരണം അവരുടെ ജീനയുടെ ഒക്കെ വ്ളോഗ് നേരത്തോട്ടേ കാണുന്ന ഞങ്ങളിപ്പോ കട്ട കമ്പനികളാണ്. ഭയങ്കര കൂട്ടാണ്. അപ്പൊ അച്ചുവിന്റെ മുഖം ഇപ്പോഴത്തെ മുഖം ഒന്ന് നിങ്ങളൊന്ന് നോക്കണം. കാരണം ഈ അച്ചുവിന്റെ അനിയൻ കണ്ണനില്ലേ, കണ്ണന്റെ മുഖം പോലെ തന്നെ അച്ചുവിന് ഈ ജീന ഇത് അരച്ച് തേച്ചതാണ്. അങ്ങനെ അതിൽ നിന്നൊരു ടിപ്സ്, അതിൽ നിന്ന് ഗുണം കിട്ടിയോണ്ടാണ് ജീന കണ്ണന്റെ മുഖത്ത് ഇത് എനിക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പണ്ട് നേരത്തെ. അപ്പൊ ഞാൻ അത് പിന്നെ പറഞ്ഞില്ല നിങ്ങളോട്. ജീന പറഞ്ഞോട്ടെന്ന് വിചാരിച്ച. അപ്പൊ മോന്റെ മുഖത്തെയും കുരുവെല്ലാം പോയത്, എന്റെ മോന്റെ മുഖത്തെയും കുരു പോയത് അതിട്ടായിരുന്നു. ജീന പറഞ്ഞു അതിട്ടായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും വീട്ടമ്മ ബ്ലോഗ്സ് പോയി കാണണം. ഇന്നലത്തെ വീഡിയോയിലാണ് അതിട്ടിരിക്കുന്നത് കേട്ടോ. എന്നെ കൊണ്ട് ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനത് ഉറപ്പ് കണ്ട കാര്യമാണ്, നേരിട്ട് ഉറപ്പായതുമാണ്, എനിക്കും ഇവിടെ യൂസ്ഫുൾ ആയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. ടിപ്സ് എന്നാന്ന് ഞാനിപ്പോ പറയല, നിങ്ങൾ പോയി വീഡിയോ പോയി കാണുക കേട്ടല്ലോ. അപ്പൊ ഞാന് പോയിനോയി കൈനറി വേനക്ക കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഇനി ഞാൻ കാണിക്കുന്ന പരിപാടിയില്ല എന്റെ മുഖം വെളുപ്പിക്കുന്നത് എങ്ങനെയാന്നുള്ളത്. എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയില് 2-3 ദിവസം മുമ്പ് ഞാൻ ഇട്ടു. ഇനി സത്യം പറയണം, എന്റെ മുഖത്ത് ഞാൻ ഇപ്പോഴെങ്ങും കാണിക്കല. ഇത് കുറെ നാൾ കഴിഞ്ഞ് ഇനി ഞാൻ ഇത് കാണിക്കത്തുള്ളൂ, ഈ ടിപ്സ്. കാരണം ഇനി ഇത് നിങ്ങൾ കണ്ടു പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി കാണിക്കുന്നേ ഇല്ല, ഇപ്പോഴെങ്ങും ഇല്ല. പിന്നെ കാണിക്കും മോന്റെ മുഖത്തും ചേട്ടന്റെ മുഖത്തും. ചിലപ്പോ നാളെ മോന്റെ മുഖത്ത് കാണിക്കും, അതല്ല ചേട്ടന്റെ മുഖത്തായിരിക്കും. കാണിക്കും. അവർക്കും ഒന്ന് പ്രയോജനം എങ്ങനെയാന്നൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. മിക്കവാറും നാളെ കാണിക്കും കേട്ടോ. എന്റെ മുഖത്തിന് ഞാൻ കാണിക്കുന്ന പരിപാടിയില്ല, കാരണം ഞാൻ തന്നെ മടുത്തു. അപ്പൊ കാണുന്ന നിങ്ങൾക്ക് എന്തായിരിക്കും അല്ലെ ശരിക്കും പറഞ്ഞാലുള്ള ഒരനുഭവം. മടുത്തും ബോറടിക്കും. ഇനി ഞാൻ ബോറടിപ്പിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പൊട്ടെടുത്ത് മാറ്റിയതാണേ. മുഖമൊക്കെ കഴുകിയിട്ട പൊട്ടുപോയില്ല എന്നിട്ടും. അപ്പൊ മുഖമൊക്കെ നല്ല വൃത്തിക്ക് ഇവിടെ വാഷ് ബേസിനും ഉണ്ടല്ലോ, കഴുകിയതായിരുന്നു. ഒന്നുകൂടെ നനച്ച് കഴുകി. ഫസ്റ്റിലോ തന്നെ പെട്ടെന്ന് പറഞ്ഞു പോവാം കേട്ടോ. ഇനിയെങ്കിലും ആരെങ്കിലും വെളുക്കാൻ ആഗ്രഹമുള്ളവര്
നമുക്ക് ഗ്ലോ ആക്കുന്ന നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം ഉടനടി വരുന്ന കാര്യമാണിത്. ആദ്യം നമുക്ക് നമ്മുടെ ഓട്സിന്റെ പൊടിയെടുത്തു, പൊടിച്ചു വെച്ചേക്കുന്ന കേട്ടോ. പാല് ചേർത്തു, പാല് യോജിപ്പിച്ചു, പാല് ചേർത്ത് ചേർത്ത് ഒന്നിച്ചാക്കി. ഇല്ല, വിളിച്ചില്ല, അമ്മ വിചാരിച്ച അമ്മ വിളിച്ചെന്ന്. അപ്പം നമുക്കിത് മുഖത്തോട്ടങ്ങ് തേച്ചേക്കാം. ഇതാണ് നമ്മുടെ ക്ലെൻസിങ് കേട്ടോ. ക്ലെൻസിങ് ഒരു 5 മിനിറ്റ്. ക്ലെൻസിങ് എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇന്നും കഴുത്ത തേക്കുന്നതിന് കഴിഞ്ഞ ദിവസം കഴുത്ത തേച്ചാലും മടിയാണേ. അതാണേ, മടി കാണിച്ച് കഴുത്തും ഒരു കളറായി, വേറെ കളറായി അല്ലേ. ഞാൻ നോക്കുക, തേനെടുത്തോ. ഇന്ന് വീഡിയോ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, രാവിലെ എന്തൊക്കെയോ നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പാലിൽ തന്നെ ഇങ്ങനെ തൊട്ടാക്കുന്നു. ഇച്ചിരി പാലോട് ഇരിപ്പുണ്ടേ. ഇങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ മുഖം ഒന്ന് കഴുകി കൊടുക്കുക. കഴിയട്ടെ കാണാം. അയ്യോ, കഴിയടാ. കഴിയപ്പോ തന്നെ വ്യത്യാസം കണ്ടോ? ഞാൻ അടുത്തതിലോട്ട് നമുക്ക് പോയേക്കാം പെട്ടെന്ന് കേട്ടോ. ഇപ്പൊ തന്നെ മുഖത്ത് നല്ല വ്യത്യാസം വന്നിട്ടില്ലേ? നോക്കുക, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ചുമ്മാ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞേക്കാം. ഇനി അടുത്തത് സ്ക്രബിങ്. സ്ക്രബ് നമ്മുടെ പൊടിയെടുക്കുക. എന്നാ പൊടിയാണോ പറഞ്ഞത് ഞാൻ? ഓട്സിന്റെ പൊടി. തേന് സ്ക്രബ് ചെയ്യാൻ നമുക്ക് തേനാണ് ആവശ്യം. തേനല്ലെങ്കിൽ തേൻ പറ്റത്തില്ലാത്തവര് നമ്മുടെ റോസ് വാട്ടർ ആണേലും മതി കേട്ടോ. എനിക്ക് തേനാണ് ഒന്നുകൂടി ഇഷ്ടം. എല്ലാം മോയ്സ്ചറൈസിങ് തേന് ഭയങ്കര ഇഷ്ടം. തേൻ തീർന്നു, ഇനി എനിക്ക് വേറെ മേടിക്കണം. വൃത്തിയാട്ടോ അല്ലേ? കൈ കഴുകട്ടെ. സാരമില്ല, ഇങ്ങനെയൊക്കെ എല്ലാവരും കാണിക്കുന്നു. എല്ലാവരും പാത്ത് കാണിക്കുന്നു, ഞാൻ ഫ്രണ്ടിൽ വെച്ച് കാണിക്കുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. ശരിയല്ലേ പറഞ്ഞത്? ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം. വളരെ രസമുണ്ട് കേട്ടോ തേനിടുമ്പോൾ. തേനിട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ സ്ക്രബ് ചെയ്യാൻ നല്ല ഒരു ഇത് കിട്ടും നമുക്ക് കേട്ടോ. തേച്ചിട്ട് ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്യാൻ ഇങ്ങനെ നല്ലതായിട്ട് കൈ കൊണ്ട് ആക്കി കൊടുക്കുക കേട്ടോ. കയ്യാലോട്ടും കൂടെ ചെയ്യാമായിരുന്നു. ഞാനേ ഇന്ന് പുറത്ത് പോയിരുന്നു. എപ്പോഴും ഞാൻ അടുക്കള വശത്തിരുന്നല്ലേ ഇതൊക്കെ കാണിച്ചു തരുന്നത്. ഇന്ന് ഞാൻ പോകുന്നില്ല, ഭയങ്കര ചൂടാ. നമ്മുടെ ഉള്ള ഇത് കളയണ്ട. ഒന്നാമത് വെളുത്ത് തുടുത്തിരിക്കുന്നോണ്ടേ നോക്കിയില്ലെങ്കിൽ പ്രശ്നമാവും. വെളുത്ത് തുടുത്തല്ലേ ഇരിക്കുന്നത്. ഇന്ന് കുറച്ച് ഞാൻ എൻ്റെ ഒരു പ്രത്യേക രീതിയിലെ സംസാരങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണേ. അതും ഇതും കൂടെ കേട്ടോ ഇന്നത്തെ വീഡിയോ. നല്ലതായിട്ട്
തേച്ചത് ഇവിടെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെയാണ് നമുക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ വരുന്നത്. ഇംഗ്ലീഷ് പറയുന്ന പറഞ്ഞല്ലേ, പൊട്ട ഇംഗ്ലീഷൊക്കെ ഇടയ്ക്ക് അടിക്കാവേ, ഒരു രസമല്ല അല്ലേ. അപ്പൊ ഇത് നല്ലതായിട്ട് തേച്ചിട്ട് കഴിയിട്ട് വരാം, അല്ല നീണ്ടു അല്ല എത്ര നേരം ഒന്നും ഇല്ലല്ലോ അല്ലേ, ഇതല്ലേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ ചെയ്യും. കണ്ട ഇത്ര നേരം കാണിക്കുന്നേ ഉള്ളൂ, നിങ്ങൾ കുറച്ചുകൂടി ഇരുന്നാണ് കേട്ടോ. കേട്ടോ നമുക്ക് കഴിയാം. കഴുകി ഇപ്പൊ തന്നെ നോക്കിയേ, ഇത്ര പ്രാവശ്യം നിങ്ങൾ നോക്കണം അല്ലേ. ഇല്ലൊരു മഴക്കാറൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല, മഴ പെയ്താൽ മതിയായിരുന്നു. നോക്കിക്കേ ഇപ്പൊ നോക്കി അടുത്ത വെട്ടം നല്ല വെട്ടല്ലേ, നോക്ക്. അടുത്ത പായ്ക്ക് പെട്ടെന്നിടാം, നോക്കിക്കൊണ്ടൊന്നിരിക്കാൻ സമയമില്ലല്ലേ. ഇതാ നമ്മുടെ കാണാം ഓട്സിന്റെ പൊടി തീരാറായി എൻ്റെ, അയ്യോ തീരാറായേ. നീ പൊടിച്ചു വെക്കണം. കൊച്ചിനും വേണം ഓട്സ്, എനിക്കും വേണം ഓട്സ്. കൊച്ചിന് ഉള്ളിലോട്ട് കഴിക്കാൻ, എനിക്ക് മുഖത്ത് വേണം. ഞാൻ ഇടയ്ക്ക് കുടിക്കും കേട്ടോ ഓട്സൊക്കെ, നല്ല ചിലപ്പോൾ രാവിലത്തെ പലഹാരമൊക്കെ ചിലപ്പോൾ ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ ഓട്സ് ആക്കും. അപ്പൊ ഇതാ പിന്നെ എന്തായിരുന്നു, കാപ്പിപ്പൊടി, നമ്മുടെ ഇൻസ്റ്റന്റ് ബ്രൂ കേട്ടോ. ഇതാണ് ഇട്ടേക്കാം അല്ലേ, ഇനി ഇത് വെച്ചിരുന്നാലും കട്ടിയായി പോത്തേ ഉള്ളൂ. ഇൻസ്റ്റന്റ് ബ്രൂ, കടലപ്പൊടി കേട്ടോ, കടലപ്പൊടിയൊക്കെ ഇങ്ങനെ പാക്കി വാങ്ങിച്ചു വെച്ചേക്കുവാ. കടലപ്പൊടി ഇതെല്ലാം ആവശ്യത്തിനെടുത്താൽ മതി, മുഖത്തിടാൻ പറ്റുന്ന പരുവത്തി കേട്ടോ. നിധിയാ ഇതൊക്കെ. കടലപ്പൊടി, പനിനീര് ഒഴിച്ചങ്ങ് കുഴയ്ക്കാം. ആരാണ്ട് പറഞ്ഞു വേറെ പനിനീര് വാങ്ങിക്കാൻ കിട്ടും, ഇത് അമ്പലത്തിൽ കൊടുക്കുന്ന അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ എല്ലാവരും ഇതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ മുഖത്തിടാന്. അമ്പലത്തിൽ കൊടുക്കുമല്ലോ, അത് സാരമില്ല, നമ്മൾ അമ്പലത്തിലോട്ടൊന്ന് കൊടുത്താൽ മതിയല്ലോ, വേറെ കൊടുത്താൽ മതിയല്ലോ. ഒരു പരുവം കാണിച്ചോ, പനിനീര് പൊട്ടിച്ച് ഞെക്കിയതാ, ഇതിൻ്റെ ഇത് വിട്ടുപോയി. എന്റെ പായ്ക്ക് വെള്ളത്തിലായി ചിരിച്ച് പണി തീർന്നു. ഒന്നുകൂടെ എടുത്തോണ്ട് വരാവേ. ഇതാ പനിനീരില്ലേ എടുത്തതാ, ഇങ്ങോട്ട് നോക്കിക്കേ, മൊത്തമായിട്ട് വീണിനകത്തോട്ട്. അതിന്റെ വെള്ളത്തെ അടപ്പ് വിട്ടുപോയി, സാരമില്ല, നമ്മളെന്നാലും പിന്തിരിയത്തില്ല. കുറച്ച് പനിനീര് വേറെ ഇല്ല കേട്ടോ. ഇതിനെ നമുക്ക് ഇതുണ്ടോ, ചിരിക്കാനുണ്ട് എൻ്റെ കാര്യം അല്ലേ. ഇതാ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ച് കളഞ്ഞിട്ട് ഒഴിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇച്ചിരി ഓട്സും കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പനിനീരിനകത്തുണ്ട്, കാപ്പിപ്പൊടി ഉണ്ടല്ലോ, എന്നാലും ജയം പുറകോട്ട് നിൽക്കത്തില്ല. വീഡിയോ നീണ്ടു പോകുന്നേ ഉള്ളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ ഓട്സ് അല്ലിടാം. അങ്ങനെ പറയാനല്ലേ, നന്നായി ചേട്ടൻ്റെ ഒന്നും മുഖത്ത് ചെയ്യാഞ്ഞത്, കാരണം അവരുടെ മുഖത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നെങ്കിൽ എപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയെന്ന് വിചാരിച്ചാൽ അല്ലേ. കടലപ്പൊടിയും ഇട്ട് കൊടുക്കട്ടെ. നനഞ്ഞ സ്പൂണൊന്നും ഇടരുതെന്നാണ്, കടലപ്പൊടിയിലൊക്കെ അത് കട്ടിയാവും. പിന്നെ നമുക്ക് സൂക്ഷിക്കാം. കാപ്പിപ്പൊടി ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ, അതിൻ്റെ മിശ്രിതം ഇതിനകത്തുണ്ട്. ഇപ്പം റെഡി ആയില്ലേ നമ്മുടെ പായ്ക്ക്. പനിനീരിനകത്ത് ഉണ്ടായിരുന്നല്ലോ, പനിനീരല്ലേ അഭിഷേകമായിപ്പോയി, പനിനീര് അഭിഷേകം. അമ്പലത്തിലെ കാര്യം പറഞ്ഞപ്പോഴാണ് പനിനീര് അഭിഷേകം ചെയ്തത് അല്ലേ. അപ്പൊ എൻ്റെ മുഖത്ത് അഭിഷേകം ചെയ്തോളാനാണ്
ഭഗവാൻ പറഞ്ഞത്. അതാണ് മുഖത്ത് നമ്മൾ ഒരു വൃത്തികേടായിട്ട് ഒന്നും പനിനീരിനെ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ നല്ല വൃത്തിയോടുകൂടി കുളിയെല്ലാം, ഞാനതിൽ നിന്ന് കുളിയും കൂടെ കഴിഞ്ഞിട്ടാണ്, കുളിയെല്ലാം കഴിഞ്ഞു. കുളിക്കാത്ത ദിവസവും നമ്മൾ വൃത്തികേടായിട്ടൊന്നും നിൽക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്കറിയാലോ നമ്മൾ എങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. എന്നിട്ട് നമ്മൾ ഇതങ്ങോട്ട് തേക്കുക കേട്ടോ. തേച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇരിക്കണം കേട്ടോ. കൂടിപ്പോയി വായിക്കാൻ, എന്തും കൂടിപ്പോയിരുന്നു. ഇപ്പോഴത്തെ ഇതൊക്കെ ഞാൻ കൊണ്ട് കഴിയൊക്കെ വെക്കാം. ഇത് ഇട്ട് ഉണങ്ങട്ടെ, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് വരാം കേട്ടോ. എല്ലാം വേണം. അപ്പൊ നമ്മുടെ 20 മിനിറ്റായി നമ്മൾ മുഖത്തിട്ടിട്ട് ഒരുവിധം ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് എങ്ങനെ ഇങ്ങനെ 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 ചെയ്യണം. എങ്ങനെയാ ഇങ്ങനെ 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 കേട്ടോ. ഇന്നലത്തെ യോഗ എല്ലാവരും ചെയ്തോ? അതോ എന്നെ പറ്റിയിട്ടാണോ? പറ്റിയിട്ടാണെങ്കിൽ നിങ്ങൾ ശരിയാകാൻ പോകുന്നില്ല കേട്ടോ. പറ്റിയില്ലെന്നുണ്ട്. യമ്മി കിച്ചൺ ആയിരുന്നു. ചാമ്പയ്ക്ക ഇന്നലെ വേണമെന്ന് പറഞ്ഞു നെറിഞ്ഞു തരണം അല്ലേ. എല്ലാവർക്കും അതുകൊണ്ട് കിട്ടി. യമ്മി കിച്ചൺ ചാമ്പയ്ക്ക ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ചാമ്പയ്ക്ക കിട്ടിയോ? അപ്പൊ നമ്മുടെ മുഖം ഞാൻ ജയ തുടയ്ക്കാൻ പോവാണേ. ഗ്ലാമർ വന്നോ ഇല്ലയോ നിങ്ങൾ തന്നെ നോക്കിക്കേ, കാണാമോ? നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലേ, കണ്ട. അപ്പൊ നമുക്കിനി കഴുകിട്ടൊക്കെ വരട്ടെ. ഞാത്തോട്ട് ചെന്നാ കഴുകാൻ അറയ്ക്കുന്നു. കഴുകട്ടെ. ഇവിടെ വാഷ് ബേസിൻ്റെ അടുത്ത് കഴുകിയിട്ട് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാവും, നീണ്ടുപോകും. അങ്ങനെ നമ്മുടെ മുഖമൊക്കെ നമ്മൾ കഴുകി കുട്ടപ്പനാക്കി. അങ്ങനെ നമ്മുടെ മുഖം നമ്മൾ കഴുകി കുട്ടപ്പനാക്കിയപ്പോ നമ്മുടെ മുഖത്തിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കേ. എങ്ങനെയുണ്ട് എന്റെ മുഖം? സൂപ്പർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമന്റ് ഇടുക. നനഞ്ഞ തുണിയാണ്, ചുട നനച്ച് തുടക്കട്ടെ. തലയിലൊക്കെ വന്നെന്ന് തോന്നുന്നു, തലയിലും ഒക്കെ ആയിട്ടുണ്ട്. നോക്കിക്കേ. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞ ഇത് അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളുടെ ലൈവിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നില്ല. നോക്ക് നിങ്ങൾ എന്താ എൻ്റെ മുഖത്തിന്റെ വ്യത്യാസം. നാളെ ഇനി കൊച്ചിന്റെ മുഖത്തിടണമെന്നുണ്ട്. അവന് എങ്ങും പോയില്ലെങ്കിൽ അല്ലെ ചേട്ടന്റെ മുഖത്താണേലും ഇടണമെന്നുണ്ട്. എന്റെ മുഖത്തിന്റെ ഇന്നുകൊണ്ട് ഞാൻ നിർത്തലാക്കുവാണ്. ഇനി എന്നോട് എത്ര പറഞ്ഞാലും ഞാൻ ഇനി ഇപ്പോഴെങ്ങും ഇടത്തില്ല. കാരണം ഇനി നിങ്ങൾ തന്നെ എല്ലാം ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു ഉപകാരം ചെയ്യുന്നതായിരിക്കും. നാളെ എവിടെയെങ്കിലും പോകുമായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. കാരണം മുഖമൊക്കെ നല്ല ഗ്ലാമറാണ്. ഇപ്പം വെളുപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നോക്ക്, ഉടനടി ഗ്ലോയിങ് എല്ലാം കിട്ടുന്ന വെളുത്ത് നല്ലതായിട്ട് നമുക്ക് ഉടനോട് തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കണ്ടോ എൻ്റെ കഴുത്ത് നോക്ക്, വ്യത്യാസം കണ്ടോ? കഴുത്തിന്റെ മുഖത്തിന്റെ കൈ നോക്ക്, എന്നാ ചെറിയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാം മനസ്സിലായില്ല, എന്തൊക്കെയാ ചേർക്കേണ്ടി എന്നൊക്കെ ഇടുന്നെന്നുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണുന്നതായിരിക്കും കേട്ടോ. ഇന്നൊന്നുകൂടെ കാണിച്ചെന്നോളൂ. ഇനി ഇപ്പോഴെങ്കിലും ഞാൻ കാണിക്കത്തില്ല കേട്ടല്ലോ. അപ്പൊ ടാറ്റാ.